സിൽക്ക് ഗാർഡനിൽ തുണിത്തരങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. ഓണം പ്രമാണിച്ച് വസ്ത്രങ്ങൾ പകുതി വിലയ്ക്ക് ലഭിക്കുന്നു. വസ്ത്രവ്യാപാര രംഗത്തെ 27 വർഷത്തെ സേവന പാരമ്പര്യമുള്ള സിൽക്ക് ഗാർഡനിൽ മറ്റെങ്ങും ലഭിക്കാത്ത തരത്തിലുള്ള ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സിൽക്ക് ഗാർഡനിൽ എപ്പോഴും തിരക്കാണല്ലോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ജനം പറയും. ഗുണമേന്മയും വിലക്കുറവുമുള്ള വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിൽ സിൽക്ക് ഗാർഡനിൽ തന്നെ വരണം. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി നടൻ ബാല. രാത്രിയിൽ നടിമാരുടെ വാതിലിൽ മുട്ടിയത് രാഷ്ട്രീയക്കാരാണ്, സിനിമാക്കാരല്ലെന്ന് നടൻ ബാല പറയുന്നു. സിനിമയിൽ പവർ ടീം ഉള്ളതായി അറിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ കേസെടുക്കണമെന്ന് നടൻ ബാല. തൻ്റെ ജീവിതം തകർത്തത് സിനിമാക്കാരാണ്. സിനിമയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ലഹരി ഉപയോഗം ഉണ്ട്. തെറ്റ് ചെയ്തത് പ്രധാനമന്ത്രിയായാലും ശിക്ഷിക്കപ്പെടണം. ദേശീയ അവാർഡ് വാങ്ങുന്ന താരങ്ങൾ വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താൻ 4 വർഷമായി ഒരു കേസും കൊണ്ട് നടക്കുകയാണ്. ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്യണം, നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ ഇത് പുറത്തുവിട്ടിട്ട് എന്ത് കാര്യം എന്നാണ് ബാല ചോദിക്കുന്നത്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും തനിക്കറിയില്ലെന്നും, പക്ഷേ ഒരു നടൻ വിചാരിച്ചാൽ ചിലപ്പോൾ വേറൊരു നടനെ ഒരു സിനിമയിൽ വേണ്ട എന്ന് പറയാൻ കഴിയുമായിരിക്കുമെന്നും താരം പറഞ്ഞു. ഈ കമ്മീഷനും അന്വേഷണങ്ങളും എല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് എനിക്കും നിങ്ങൾക്കും അറിയാം. ഇത് വളരെ സങ്കടത്തോടെ ഞാൻ പറയുകയാണ്. പണ്ടത്തെ കാലം മുതൽ എത്രയോ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സ്ത്രീകൾ ധൈര്യമായി മുന്നോട്ട് വന്ന് പരാതികൾ പറയുന്നുണ്ട്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.